ഞാൻ എഴുന്നേറ്റ് ഫ്രഷായി എൻ്റെ മോർണിംഗ് റുട്ടീനൊക്കെ കഴിഞ്ഞിട്ട് ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്ലാന്റ്സാണ്. ഫസ്റ്റ് ഇതിനെല്ലാം ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു, എന്നാലേ അതിങ്ങനെ വളരുള്ളൂ. ഇപ്പം നല്ല ചൂടായതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും ചെയ്യണം. ഇവിടെ കുറേ പ്ലാന്റ്സ് ഉണ്ട്, അതിനെല്ലാം ഞാൻ വെള്ളം നനയ്ക്കുക. വൈകുന്നേരം ഞാൻ ഇതിൻ്റെ ചോട്ടിൽ കുറേ ഒഴിച്ച് കൊടുക്കും, നല്ല ചൂടാണ്. മോർണിംഗ് ഇങ്ങനെ സ്പ്രേ ചെയ്യും. അത് കഴിഞ്ഞ് കിച്ചൻ്റെ സൈഡിൽ കൂടെയും ഞാൻ സ്ലാബിൽ കുറച്ച് ഉള്ള സ്ഥലം ഫുള്ളി ഞാൻ പ്ലാന്റ്സ് ഇത് കുപ്പിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ചെറിയ ചെറിയ പ്ലാന്റ്സ്. ശേഷം ബാൽക്കണിയിലും കുറച്ച് ഉണ്ട് പ്ലാന്റ്സ് ഉണ്ട്. എല്ലാത്തിനും ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കിടക്കും. ഇന്നലെ ഉണ്ടാക്കി വെച്ച ചമ്മന്തി ഉണ്ടായിരുന്നു, പിന്നെ ചായ വെച്ചു, ദോശ ചുടുന്നു. ഇതൊരു വീക്കെൻഡ് ആയതുകൊണ്ടാണ്, ഓഫ് ഡേ ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈ ദോശ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ അരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് അരച്ചെടുക്കുന്നതാണ്. അങ്ങനെ നമ്മൾ നോർമൽ ഡേയ്സിൽ ഇങ്ങനെ ചെയ്യാറില്ല. നമ്മുടെ ചായ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. ഇനി ഇത് കഴിച്ച് അല്പം റെസ്റ്റൊക്കെ എടുത്ത് അടുത്ത പരിപാടിയിലോട്ട് കിടക്കണം. അതാണ് നമ്മുടെ പാത്രം കഴുകൽ. ഇപ്പോൾ ഉണ്ടാക്കിയ സാധനങ്ങൾ ഇത്രയും ഉണ്ടെങ്കിലും പാത്രങ്ങൾ കുറേയുണ്ട് കഴുകാൻ. ഇത് മുഴുവൻ കഴുകി ഇങ്ങനെയായി ക്ലീനാക്കി. ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ സിമ്പിളാണെങ്കിലും ഇങ്ങനെ കഴുകാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഗൈസ്. അതിനുശേഷം ഞാൻ അരി ഇട്ടിട്ടുണ്ട്. പിന്നെ അലക്കിയ തുണിയെല്ലാം എടുത്ത് മടക്കി വെക്കണം. ഇങ്ങനെ പണികൾ കിടക്കുകയാണ്. പിന്നെ വീക്കെൻഡ് ആകുമ്പോഴാണ് ഞാൻ ഈ ഉള്ളി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പൊളിച്ച് വെക്കും ഒരാഴ്ചത്തേക്കുള്ളത്. മുരിങ്ങയില നല്ല ഫ്രഷ് കണ്ട കാരണം ഞാൻ ലുലുന്ന് മേടിച്ചതാണ്. ഇത് വൃത്തിയാക്കാൻ നല്ല പാടാണ്. അതുകൊണ്ട് വീക്കെൻഡ് ആയതുകൊണ്ട് ഇതെല്ലാം ഇരുന്ന് നല്ല വൃത്തിയാക്കി എടുത്ത് ഇത് തോരൻ വെക്കണം. ഇതൊരു ടാസ്ക്കാണ്. അങ്ങനെ ഇതെല്ലാം ഞാനിങ്ങനെ അടർത്തി എടുത്തിട്ട് വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഇതൊരു ജസ്റ്റ് ഒരു പാർട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. ആഫ്റ്റർനൂൺ വരെയൊന്നും ആയിട്ടില്ല. അപ്പോൾ ഇത് തോരനും കൂടെ വെച്ച് കഴിഞ്ഞ് എൻ്റെ ഒരു ഉച്ച വരെയുള്ള സംഭവം, അത് കഴിഞ്ഞ് ചോറ് കഴിച്ചാൽ മതി. അത്രയുള്ള ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. പിന്നെ ഇന്നലെ വെച്ച മീൻ കറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇരിപ്പുണ്ട്, അതുകൊണ്ടാണ് വേറെ കറികളൊന്നും വെക്കാത്തത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു അറ്റംപ്റ്റ് എന്ന് പറഞ്ഞ രീതിയിൽ ഈ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു യുവർ കമൻറ്റ്സ്. ടിൽ ദെൻ ബൈ ബൈ.